ഹലോ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടർബോ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. നേരത്തെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഹൗസ്ഫുൾ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ പോയി എടുക്കാൻ പറ്റില്ല. കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്, പക്ഷെ നേരത്തെ അവിടെ എത്തുകയും ചെയ്ത്. ഇന്നിപ്പോ ആറ്റിങ്ങിലാണ് പോയത്, ഗംഗയിലാണ് പോയത്. അപ്പൊ നേരത്തെ പോയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം പാർക്കിംഗ് വെളിയിലായിരിക്കും കിട്ടുന്നത്. ഇവിടെ ഉള്ളവർക്ക് അറിയായിരിക്കും. സിനിമ കണ്ട് ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ആദ്യം തന്നെ എന്തൊരു പറയട്ടെന്ന് പറഞ്ഞൂടെ, 72 വയസ്സിൽ ഇമ്മാതിരി ഇടിന്ന് വെച്ചാണ്ടല്ല നമ്മൾ തന്നെ ഇങ്ങനെ ഇരുന്ന് പോകും. അമ്മാതിരി ഇടിന്ന് വെച്ചാൽ ഇടിച്ച് പിരുത്ത് കളഞ്ഞു. ഒരു രക്ഷയില്ല. തുടക്കം തൊട്ട് സാധാരണ ഇടിപ്പടമൊന്നും ഇഷ്ടമല്ല, പക്ഷെ ഇതില് കുറച്ച് ഫാമിലി ആയിട്ടും ഉള്ള ടച്ച് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇഷ്ടം അങ്ങനെയല്ല, ഭയങ്കര ഇടിയാകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അതായത് നമുക്ക് RDX അത്ര അങ്ങോട്ട് ദഹിച്ചില്ല, ഇടി ആയതുകൊണ്ട്. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു തരം ഇടിയാണ്. ഇതൊന്നും പേടിയാണ് കാണുമ്പോഴത്തേക്ക്, ടെൻഷനാണ്. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലി പടമാണ് എന്നാ പോലും ഒരു തുടക്കം തൊട്ട് ഒടുക്കം വരെയും ഇടിയാണ്. പിന്നെ റിച്ചുട്ടനെ കൊണ്ടുവരില്ല. ഈ മാതിരി പടത്തിന് കൊണ്ടുവരേയില്ല. RDX ഞാൻ കാണിച്ചിട്ടില്ല, ഈ പടം ഇനി കാണിക്കത്തേ ഇല്ല. കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ഇടയ്ക്കിടയ്ക്ക് ടർബോ കയറും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള പടങ്ങൾ ഒരു പ്രാവശ്യം പോയി കണ്ട് അതിനകത്ത് ഒരു അടി പോലും ഇല്ലാന്ന് അറിഞ്ഞാൽ മാത്രമേ നമ്മള് കാണിക്കുള്ളൂ. നമ്മളിപ്പം ഗുരുവായൂർ അമ്പലനടയിൽ കാണിക്കണമെന്നുണ്ടോ? കാര്യം തുടക്കം തൊട്ട് ഒടുക്കം വരെയും ചിരിയുള്ള പടമാണ്. പക്ഷെ അതിന്റെ ക്ലൈമാക്സിലൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് അടിയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ചെറിയ അടിയെ പോലും കൊച്ചുങ്ങൾക്ക് ചിലപ്പം അത് ആ ഒരു സംഭവം വരും. അപ്പൊ അതുകൊണ്ട് ഈ പടം ഒരിക്കലും കാണിക്കൂല ഞാൻ. ഇനി കുറച്ചുകൂടെ അറിവ് വയ്ക്കുമ്പോഴത്തേക്ക് അവൻ തനിയെ കാണട്ടെ. അപ്പൊ പറഞ്ഞു വന്നത്, ഒരു രക്ഷയില്ല. ഇടി കാണണമെന്നുണ്ടെങ്കിൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ എനിക്ക് വയ്യ. എനിക്കിപ്പോ നമുക്ക് 31 വയസ്സായി. ഈ 31 വയസ്സിൽ നമ്മളിരിക്കുന്നതിനെക്കാട്ടിയും ചുറുചുറുക്കോട് കൂടിയാണ് ഈ 72 വയസ്സിൽ പുള്ളിക്കാരൻ ഇരിക്കുന്നത്. പറയാനായിട്ട് എനിക്ക് ഒന്നുമില്ല. പിന്നെ പറയാനുള്ളത്, ടർബോ ഇത് പാർട്ട് 1 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലിയോയ്ക്കകത്ത് ക്ലൈമാക്സിൽ ഒരു സംഭവം കൊണ്ടുവച്ചിട്ടുണ്ട്, വിക്രമിനകത്ത് ക്ലൈമാക്സിൽ ഒരു സംഭവം കൊണ്ടുവച്ചിട്ടുണ്ട്. അത് പാർട്ടായിട്ട് എടുക്കാൻ വേണ്ടി അത് കണക്ക് ഇതിനകത്തും ഒരു സസ്പെൻസ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊരു തുടക്കമാണ്. ടർബോ 2 വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. സാധാരണ നമ്മൾ പോകുമ്പോഴത്തേക്കുള്ളതിനെ കാട്ടിയൊക്കെ ആളുണ്ടായിരുന്നു. ഇപ്പൊ രാത്രിയത്തെ ഷോയ്ക്ക് ഭയങ്കര ആള്. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി നമ്മള് വണ്ടി ഓടിച്ചുകൊണ്ട് വീഡിയോ എടുക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ അത്രയ്ക്കും ട്രാഫിക് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഫ്ലാഷും കൂടെ വരണത് എനിക്ക് അത്ര പറ്റൂല. അപ്പൊ അതുകൊണ്ടാണ് ട്രാഫിക് കഴിഞ്ഞിട്ട് ഒതുക്കി നിർത്തിയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥ ഇവിടെ അല്ല, തമിഴ്നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. അപ്പം അതിൽ നടക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് കേരളത്തിൽ നടക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയാം. ഒരു ചെറിയൊരു ബാങ്കിങ് തട്ടിപ്പ് അങ്ങനെയുള്ള സംഭവമാണ് അതിന്റെ ഉള്ളിൽ വരുന്ന ഒരു കഥയെന്ന് പറയുന്നത്. അപ്പം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, കൂടുതലൊക്കെ പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല. അപ്പം എന്തായാലും ഇടി ഇഷ്ടപ്പെടുന്നവർ പോയി കാണുക. അടിപൊളി പടം.